നമുക്കൊരു 3 പ്രോബ്ലംസും കൂടി ഉണ്ട് ആ ചാപ്റ്റർ ആ സെക്ഷനിൽ തീരാൻ വേണ്ടി. അതും കൂടി ചെയ്യാം മൾട്ടിപ്ലിക്കേഷന്റെ. പേജ് നമ്പർ 16. പേജ് നമ്പർ 116. അതിനകത്ത് 10th ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നത് അല്ലേ? ടെൻത്ത് വണ്ണാണ് ഹോംവർക്ക് ആയിട്ട് തന്നത്. നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ. 3 സെറ്റ് തന്നിട്ടുണ്ട്, 3 പെയർസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാ വലുതെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞേ. അതിൽ ഫസ്റ്റ് വൺ 5 + 7 × 10 or 5 + 7 × 10 ഏതാ വലുതെന്ന് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് വൺ 5 - 7 × 10 അല്ലെങ്കിൽ 5 - 7 × 10. ആ ബ്രാക്കറ്റിന്റെ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് വണ്ണിന് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ അതിൽ ഏതാ വലുതെന്നാ കണ്ടുപിടിക്കണ്ടേ. ഏതായിരിക്കും വലുത്? ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നതിന്റെ ആ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബോർഡ് മാസ് പറഞ്ഞു തന്നിട്ടില്ലേ? ബ്രാക്കറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, സോറി ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ആ ചെയ്യേണ്ട ഒരു രീതി, ഒരു എന്താ പറയാ, Miss, I do that homework. ചെയ്തിട്ടുണ്ടോ ഹോംവർക്ക്? 10th വിട്ട് ചെയ്തോ? ഓ, അതിന്റെ ആൻസർ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആ ഹോംവർക്കിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. വേണോ? ഹോംവർക്കിന്റെ ആൻസർ വേണോ? യെസ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബ്രാക്കറ്റ് ഓഫ് 5 + 7 × 10. അതാണോ വലുത്? അല്ല, 5 + 7 × 5 + 7 × 10 ആണോ വലുത്? ഏതാ വലുതെന്നാ നോക്കണ്ടേ. ആദ്യത്തെ നമ്മൾ എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യും? That is equal to 5 × 10 plus 5 × 7. മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ ഇല്ലേ? ഓർമ്മയുണ്ടോ? ആ റൂൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ 5 × 10 50 plus 5 × 7 35. That is equal to 85. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 85. ഇനി സെക്കൻഡ് വണ്ണിന്റെയോ? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോ ഏതാണ് ആദ്യം ചെയ്യേണ്ടേ? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒരു പ്രോബ്ലത്തിൽ വരുമ്പോ we have to do multiplication first. So 5 plus 7 × 10 70. So the answer is 75. Okay, check this answer with your answer. ഒന്നാമത്തെ ഇനി രണ്ടാമത്തെയോ? രണ്ടാമത്തെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 5 - 7 ബ്രാക്കറ്റിനകത്ത് 5 - 7 × 10.
5 മൈനസ് 7 into 10 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മേലെ ചെയ്തതുപോലെ തന്നെ 5 മൈനസ് 7 into 10 എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 5 into 10 മൈനസ് 7 into 10. ആൻസർ എത്ര വരും? 50 മൈനസ് 'സോറി മേലത്തെ കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 7 into 10 അല്ലേ വേണ്ട ഇവിടെ? $50 plus 70. Answer will be 120. Okay, here 50 minus 7 into 10, 70. Then the answer is minus 20. അല്ലേ? ഇനി നെക്സ്റ്റ് വന്ന എന്തായിരിക്കും? 5 minus 7 into 5 minus 7 into 10. ഇതെങ്ങനെ ചെയ്യും? Minus 7 into 10 minus 70. So 5 minus 70. എന്തായിരിക്കും ആൻസർ? Minus 65. മനസ്സിലാവുന്നുണ്ടോ ഇത് ചെയ്യുന്നത്? ഡിയൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ തന്നെയാണോ ചെയ്തേ? കുറച്ച് മാറ്റമുണ്ടല്ലേ? ആൻമരിയ ചെയ്തത് ഇതുപോലെ തന്നെയാണോ? മാറ്റമുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് ചെയ്തത് എങ്ങനെയാന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? ശ്രേയ മനസ്സിലാവുന്നുണ്ടോ മോളെ? യെസ്, ഡിയൊക്കെ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയും കൂടി നോക്കാം. തേർഡ് വൺ എന്തായിരുന്നു? മൈനസ് -3 -4 into -5 into -5 ഇതെങ്ങനെ ചെയ്യും? -3 -4 into -5. ഇത് ചെയ്യുമ്പോ ഫസ്റ്റ് -3 into -5, then -4 into -5, 4 into -5. ഇതിന് ബ്രാക്കറ്റ് ഇട്ടാൽ മനസ്സിലാവും. -3 into -3 into -5 minus 4 into -5. എത്രയായിരിക്കും? -3 into -5 plus
minus 3 into minus 12 എന്ന് പറയുന്നത് plus 15. Plus 15. Then minus 4 into minus 5 minus 20. Then ഇതിന്റെ ആൻസർ 15 minus minus 20, 15 plus 20, 15 plus 20, that is equal to 35. ഇത് മനസ്സിലായി കാണില്ല അല്ലേ? മനസ്സിലായോ? ഇല്ല. ഓക്കെ, ഈ -3 - 4 into -5 അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതി. എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതി. ഈ മൈനസ് എന്നുള്ളത് നമുക്ക് ഇവിടേക്ക് മാറ്റാം. എന്താ അങ്ങനെ ആയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ പ്ലസ് വരും. ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് -3 - 4 into -5 എന്നുള്ളത് -3 into -5. ഈ -3 into ഈ -5. പിന്നെ ഇവിടെ -4 ബാക്കിയുണ്ട് അല്ലേ? സോറി. അപ്പൊ അതിനെ +-4 into -5 എന്ന് എഴുതി. ഇവിടെ ശരിക്കും നമ്മൾ -3 - 4 ആഡ് ചെയ്യല്ലേ ചെയ്യുന്നേ. അതുകൊണ്ട് ഇവിടെ +-3 into -5 എന്ന് എഴുതി. എന്നിട്ട് ഈ -3 into -5 15. -3 into -5 15. പിന്നെ -4 into -5 20. പ്ലസ് ആണല്ലോ സൈൻ വരാ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ സൈൻ വരുന്നേ. അപ്പൊ ഇവിടെ എന്ത് വരും? 15 plus 20, that is equal to 35. 15 plus 20, that is equal to 35. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ശ്രേയക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അതിന്റെ നെക്സ്റ്റ് രണ്ടാമത്തെ പേര് എന്തായിരുന്നു? -3 -4 into -5. -3 -4 into -5. നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ -4 into -5 20. അപ്പൊ -3 -4 -5 മൾട്ടിപ്ലൈ ചെയ്താൽ +20 കിട്ടും. -3 plus 20, that is equal to -3 plus 20 17. മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്ലാസ്സിൽ ഷോൺ പറഞ്ഞത്, ഷോൺ ആണോ ഫെയ്ത്ത് ആണോ? ഷോൺ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതെല്ലാം ഒരുപോലെ ഉണ്ട്, ഇതെല്ലാം സെയിം ആണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സെയിം അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഡിഫറെന്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? Okay, write down the next question, 11th one. The temperature of a hot metallic rod is 278 degrees Celsius. If it is made to cool off at the rate of 5 degrees Celsius every minute, then what will be its temperature after 15 minutes? Write down the question.
Question number 11, page number 16. എന്താ ആഷിക്കെ? The temperature of a hot metallic rod is 278 degrees Celsius. If it is made to cool off at the rate of 5 degrees Celsius every minute, then what will be its temperature after 15 minutes? Write down the question. Okay, Anne Maria, can you explain that question? The temperature of a hot metal rod is 278 degrees Celsius. If it is made to cool off at the rate of 5 degrees Celsius every minute, then what will be its temperature after 15 minutes? What is this question? എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നേ? Dia, can you explain? നീ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എന്താ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞേ? മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? നോ. ശ്രേയക്ക് മനസ്സിലായോ? ആൻമരിക്ക് മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? നോ, ഒരു ഐഡിയ ഇല്ല. ആർക്കും ഈ ക്വസ്റ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരണം അല്ലേ? നാളല്ലല്ലോ 7ാം ക്ലാസ്സിലെത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അറിയില്ല പറഞ്ഞാല് കഷ്ടം തന്നെ. എന്താ അറിയോ, ഒരു മെറ്റാലിക് റോഡിന്റെ ടെമ്പറേച്ചർ 278 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു മെറ്റാലിക് റോഡ് നമ്മൾ ചൂടാക്കിയിട്ട് അതിന്റെ ടെമ്പറേച്ചർ എതുവരെ എത്തി? 278 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ തണുപ്പിക്കുന്നു. എങ്ങനെ തണുപ്പിക്കുന്നു? ഓരോ മിനിറ്റിലും 5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് തണുപ്പിക്കുന്നു. അപ്പൊ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അതിന്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ 15 മിനിറ്റ് നമ്മൾ തണുപ്പിച്ചാല് 15 മിനിറ്റ് കഴിഞ്ഞാല് അതിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? എങ്ങനെ ചെയ്യും? ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്ത് നോക്കിയേ. എത്ര ആൻസർ കിട്ടുന്ന ഒന്ന് നോക്കിയേ, പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ഐഡിയ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് ആൻസർ പറഞ്ഞോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എന്താ ചെയ്യണേന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടുപിടിച്ച് നോക്ക്, എന്നിട്ട് ആൻസർ പറഞ്ഞോ ശരിയാണോ. ഒരു ഹോട്ട് മെറ്റാലിക് റോഡിന്റെ ടെമ്പറേച്ചർ 278 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നമ്മൾ ഓരോ മിനിറ്റിലും 5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് തണുപ്പിക്കുന്നു. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അതിന്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും?
ശ്രേയക്ക് ആൻസർ കിട്ടിയോ? എത്ര ഒന്ന് പറഞ്ഞേ? 203 ആണ്. 203 കറക്റ്റ് ആൻസർ. ദിയക്ക് കിട്ടിയില്ലേ? ആൻമരക്ക് ക്വസ്റ്റ്യനേ മനസ്സിലായില്ല അല്ലേ? വെയിറ്റ്. ഈ ഹോട്ട് മെറ്റാലിക് റോഡ് എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ? റോഡാണോ കൺഫ്യൂഷൻ ആയിട്ടുള്ള വേർഡ്? റോഡ് എന്ന് വെച്ചാൽ ROD, റോഡ് എന്ന് വെച്ചാല് ഈ കമ്പിയാണല്ലേ, ഒരു എന്താ പറയാ, ഇരുമ്പ് കമ്പിയൊക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ റോഡ് എന്ന് പറയുന്നത്, അല്ലാതെ ടാറിട്ട റോഡല്ല. അതാണോ കൺഫ്യൂഷൻ ആയത്? അപ്പൊ ആ ഒരു റോഡിന്റെ, മെറ്റാലിക് റോഡിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 278 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ 1 മിനിറ്റിലും നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് 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 കൊണ്ടുവരുന്നു. ഓരോ 1 മിനിറ്റിലും 5 ഡിഗ്രി സെൽഷ്യസ് വീതം കുറയ്ക്കുന്നു. അപ്പൊ ആദ്യത്തെ മിനിറ്റിൽ നമ്മൾ 5 ഡിഗ്രി കുറച്ചു, പിന്നത്തേല് 5 ഡിഗ്രി കുറച്ചു, മൂന്നാമത്തെ മിനിറ്റിൽ 5 ഡിഗ്രി കുറച്ചു, നാലാമത്തെ മിനിറ്റിൽ 5, അഞ്ചാമത്തെ മിനിറ്റിൽ 5, ആറാമത്തെ മിനിറ്റിൽ 5, ഏഴാമത്തെ മിനിറ്റിൽ 5, എട്ടാമത്തെ 5, ഒമ്പതാമത്തെ 5, പത്താമത്തെ 5, 11 5, 12 5, 13 5, 14 5, 15 മിനിറ്റിൽ 5 കുറച്ചു. അപ്പൊ 15 മിനിറ്റ് കഴിയുമ്പോ എത്രയായിരിക്കും ഇതിന്റെ ടെമ്പറേച്ചർ? എത്ര ടെമ്പറേച്ചർ എന്നാ കണ്ടുപിടിക്കണേ. അപ്പൊ ഈ ഓരോ മിനിറ്റിലും 5 5 -5 -5 -5 എന്ന് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 278 മൈനസ് 5. എത്ര തവണ നമ്മൾ 5 മൈനസ് ചെയ്യുന്നുണ്ട്? 15 ടൈംസ്. സോ 5 into 15 എത്ര വരും? 278 minus 75. So we get the answer 203 degrees Celsius. മനസ്സിലായോ? ശ്രേയ ഇങ്ങനെ തന്നെയാണോ ചെയ്തേ? ഓക്കെ, ദിയൊക്കെ മനസ്സിലായില്ലേ? ഞാൻ മുകളിൽ 5 ഒന്നും എഴുതിയിട്ടില്ല. അതൊന്നും എഴുതണ്ട, അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് മാത്രം എഴുതിയാൽ മതി. 278 minus 5 into 15 എഴുതിയാൽ മതി. ഇത് മനസ്സിലാവാൻ വേണ്ടി മിസ് എഴുതിയതാ. ഓക്കെ, ആൻസർ എഴുതിയോ? ദിയ എഴുതിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A shopkeeper purchased 144 pens at the rate of ₹9 each and sold them at ₹11 each. What is his profit? Question നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി, അതിനുള്ള സ്ഥലം അവിടെ വിട്ടോ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ടെക്സ്റ്റിനകത്ത് നോക്കിയ ക്വസ്റ്റ്യൻ. A shopkeeper purchased 144 pens at the rate of ₹9 each and sold them at the rate of ₹11 each. What is his profit? ഒരു ഷോപ്കീപ്പർ 144 പെൻസ് എത്ര രൂപയ്ക്ക് വാങ്ങി? ഒരു പെന്നിന് 4 രൂപ വെച്ച് വാങ്ങി. ഒരു പെന്നിന് 4 രൂപ വെച്ച് വാങ്ങി. എന്നിട്ട് അയാൾ ആ പെൻ എത്ര രൂപയ്ക്ക് വിറ്റു? ഒന്നിന് 11 രൂപ വെച്ചിട്ട് വിറ്റു. അപ്പൊ അയാൾക്ക് അവിടെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? ലോസ് ആണോ വരിക, പ്രോഫിറ്റ് ആണോ വരിക? നമ്മൾ വാങ്ങിയ എമൗണ്ടിനെക്കാളും വാങ്ങിയ റേറ്റിനെക്കാളും കൂടുതലല്ലേ വിൽക്കുന്ന റേറ്റ് ആണല്ലോ. അപ്പൊ അവിടെ പ്രോഫിറ്റ് അല്ലേ കിട്ടുന്നത്. അപ്പൊ എത്രയായിരിക്കും അയാളുടെ പ്രോഫിറ്റ്? എങ്ങനെ കണ്ടുപിടിക്കും?
എങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. ആ എങ്ങനെയാ ശ്രേയ? 144 into 11. 144 into 11. 144 into 11. You minus correct പറഞ്ഞോ? 144 into 11 minus 9. 9 ആണ്. Wait, പറഞ്ഞ കറക്റ്റ് ആണ്. അതിന് ബ്രാക്കറ്റ് ഇട്ടാൽ അത് കറക്റ്റ് ആണ്. ടീച്ചർ ഒന്ന് ഇൻറ്റു ചെയ്യട്ടെ. ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇവിടെ പറയാം, മോൾ ചെയ്ത് നോക്കിക്കോ. എങ്ങനെ കണ്ടുപിടിക്കാം? പർച്ചേസ് പ്രൈസ് എത്രയാ? Purchase price is equal to purchase price of each pen. Purchase price of each pen is equal to rupees 9. Then selling price of each pen is equal to 11. Total number of pens is equal to 144. Then the profit will be എത്രയായിരിക്കും? Selling price purchase price minus ചെയ്താൽ പോരെ? Total selling price എത്രയായിരിക്കും? 144 into 11 minus 144 into 9. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ 144 into 11 എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് അല്ലേ? 144 into 9 എന്ന് പറയുന്നതും വലിയൊരു എമൗണ്ട് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എങ്ങനെ? ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. ഇതിൽ രണ്ട് 144 കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ 144 നമുക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 144 into ബാക്കി ഏത് വരുന്നുണ്ട്? ഫസ്റ്റ് വൺ 11 മൈനസ് 9. സെയിം അല്ലേ? ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയാല് 144 into 11 മൈനസ് 144 into 9 കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെയാകുമ്പോ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എങ്ങനെ കിട്ടും? ഈക്വൽ ടു 144 into 11 മൈനസ് 9 എന്ന് പറയുന്നത് 2 അല്ലേ? 144 into 2 288. അല്ലാതെ നമ്മൾ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അല്ലേ? അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടിയത് കണ്ടോ? ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രോപ്പർട്ടീസ് തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാന്ന് മനസ്സിലായാല് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ലല്ലോ. 11 minus 9 it is equal to 2. Then 2 into 144 we know it is 288. അല്ലാതെ നമ്മൾ 144 into 11 ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, പിന്നെ 144 into 9 അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഒരുപാട് ടൈം എടുക്കും അല്ലേ? So you should study the properties of multiplication very well. Okay? ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഇത് എഴുതിയില്ല എല്ലാരും? എഴുതിയില്ലേ? ഇനി അത്രേ സമയം ബാക്കിയുള്ളൂ. ഇന്ന് ഇത്രയും മതി. നിങ്ങള്
നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് 8 പ്രോപ്പർട്ടീസ് തറവായിട്ട് പഠിക്കാം. ഹോംവർക്ക് ഇല്ല. ഈ 8 എണ്ണവും ഞാൻ എഴുതിപ്പിക്കും. അതായിരിക്കും അടുത്ത ക്ലാസ്സിലെ വർക്ക്. ഓക്കെ, പ്രോപ്പർട്ടീസ് എല്ലാം തറവായിട്ട് പഠിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാതെ എഴുതാം. Okay, that's all for today. Bye.